നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്ത, അല്ലെങ്കിൽ നിങ്ങളെ അവരെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് തന്നെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കാർഡ് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അവർ അത്രയും ഇമോഷണലി, ഫിസിക്കലി എല്ലാ രീതിയിലും നിങ്ങളോട് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുപോലെ നിങ്ങളോട് അവർക്കൊരു ബോണ്ടിങ്, കെമിസ്ട്രി, എല്ലാ കാര്യങ്ങളും അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ലവറായിട്ട് അവർ, അല്ലെങ്കിൽ അവരുടെ പ്രണയമായിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്നേഹമായിട്ട് അവർ കാണുന്നത് നിങ്ങളെയാണ് എന്നുള്ളതാണ് കേട്ടോ. ആ രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത്. അത്രയും ഒരു ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹവും പ്രണയവും എല്ലാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൻസ് ആണ്. അവരുടെ മനസ്സിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവരിലേക്ക് വന്നിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് ആണ് ഈ റിലേഷൻ എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. അപ്പോൾ നിങ്ങളെ അവർ ആ രീതിയിലാണ് കാണുന്നത്. അതായത് അവരുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അവരുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ഈ റിലേഷനെ കാണുന്നതെന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് വാൻസ് എനർജിയാണ്. അതായത് അവർ ഈ റിലേഷനിൽ നിങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ വാശി പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഉറച്ചു നിന്നാൽ അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉറച്ച നിലപാടുണ്ട്, അപ്പൊ നിങ്ങളെ അതിൽ നിന്നും മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആ രീതിയിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. ഫോർ ഓഫ് കപ്സ് എനർജിയാണ്. അത് മാത്രമല്ല, നിങ്ങളെപ്പോഴും ഒരു ഇമോഷണലി പലപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്ന, നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന, അതിന്റെ പേരിൽ വിഷമിക്കുന്ന, വെറുതെ വിഷമിക്കുന്ന അങ്ങനെ ഒരു പേഴ്സണാണ് നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത്. അതായത് നിങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു, എന്നിട്ട് അതേക്കുറിച്ച് വെറുതെ ടെൻഷൻ അടിക്കുന്നു. ആ രീതിയിൽ, അതായത് ഇപ്പോൾ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് മെനഞ്ഞ് കൂട്ടി വിഷമിക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾ. ആ രീതിയിൽ എപ്പോഴും ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു വിഷമം അല്ലെങ്കിൽ ദുഃഖം അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ അത്രയും കെയറിങ് ആണ്. നിങ്ങളുടെ പേഴ്സണെ എത്രമാത്രം നിങ്ങൾ ഡീപ്ലി അവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളും അവരെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാ രീതിയിലും നിങ്ങളൊരു സപ്പോർട്ടീവ് ആണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് അറിയാമെന്നാണ് കാണിക്കുന്നത്. ആ രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത്. ആ ഒരു റെസ്പെക്ട് അവർക്ക് നിങ്ങളോടുണ്ട് എന്ന് കാണിക്കുന്നത്. അത്രയും ഒരു കെയറിങ് ആയിട്ടുള്ള, ഇത്രയും അവരെ ഡീപ്ലി സ്നേഹിക്കുന്ന, ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹം കൊടുക്കുന്ന ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ള രീതിയിൽ ആണ് അവർ നിങ്ങളെ കാണുന്നത്. അത്രയും ഡീപ്പ് ലവ് നിങ്ങൾക്ക് അവരോടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ദ സൺ കാർഡാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ വന്നതിന് ശേഷം, അതായത് നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് എൻ്റർ ആയതിനു ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് സന്തോഷം വന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ ഇതുവരെ ഒരു ഇരുണ്ട് മൂടി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഷാദമായിട്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷം ഇല്ലാത്തൊരു ലൈഫ് ആയിരുന്നെങ്കിൽ, ദ സൺ കാർഡിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ അവിടെ സന്തോഷം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു ഇരുട്ട് മാറി അവിടെ ഒരു വെളിച്ചം പകർന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. അത്രയും ഒരു ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹം നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർ ഹാപ്പി ആയത്. സന്തോഷത്തോടു കൂടിയുള്ള ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നിൽക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അവർ അനുഭവിച്ചിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ.
8 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ചിലപ്പോഴൊക്കെ അവരെ മാനസികമായിട്ട് കെട്ടിയിടുന്ന സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകാറുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ചില സമയത്ത് നിങ്ങൾ അവരെ സംശയത്തോടെ നോക്കുന്നുണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ അവരെ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുക, കുത്തി ചോദിക്കുക. ആ രീതിയിലൊക്കെ നിങ്ങൾ അവരെ ചില സമയത്ത് മാനസികമായിട്ട് കെട്ടിയിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ എപ്പോഴും അവരിങ്ങനെ സംശയത്തോടെ, അല്ലെങ്കിൽ എവിടെ പോയായിരുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചികഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ, കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ആ രീതിയിലുള്ള ഇടപെടലുകൾ അവരെ ഒരു കെട്ടിയിടുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. മാനസികമായിട്ടൊരു സ്റ്റക്കായ പോലെ അവർക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾ അവരോട് ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. 7 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ഇടപെടാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സമയത്ത് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടാവാറില്ല എന്നുള്ള രീതിയിൽ അവർ കാണുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് ഉറപ്പ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഒന്നും ഈ റിലേഷന്റെ കാര്യത്തിൽ ഇല്ല. അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, ഏത് രീതിയിലായിക്കോട്ടെ, നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. അൺസാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഈ റിലേഷനിൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലാണ് ബിഹേവ് ചെയ്യാറ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പേഴ്സൺ പറയുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലാണ് നിങ്ങളെ കാണാൻ പറ്റാറ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങൾ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചേസർ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ എന്നുള്ളതാണ്. എപ്പോഴും എന്ത് കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും അവരെങ്ങനെ ചേസ് ചെയ്യാണ്, അവരെ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഓരോ മൊമെന്റ്സ് എന്താണ് അവർ ചെയ്യുന്നത്, അതാണോ ഇതാണോ, ഓരോ കാര്യങ്ങളും നിങ്ങൾ ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റീസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിൽ, അതായത് ഇപ്പോൾ റിലേഷന്റെ കാര്യം ആയിക്കോട്ടെ, അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കാൻ നിങ്ങൾ ഓക്കെയാണ്, അല്ലെങ്കിൽ റിലേഷന് വേണ്ടി ഒരു എഫേർട്ട് ഇടാനുള്ള ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. റെസിപ്രോസിറ്റി എന്നാണ്. നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ടോ അതുപോലെ തിരിച്ചും എഫേർട്ട് ഇടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയാം. നിങ്ങളുടെ പേഴ്സൺ ഇടുന്ന പോലെ തന്നെ അതേപോലെ ഒരു എഫേർട്ട് ഇടാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ മുൻകൈ എടുക്കാറുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ടേക്ക് ആക്ഷൻ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. റിമൈൻ പോസിറ്റീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷനിൽ പോസിറ്റീവ് ആയിട്ടിരിക്കുക, മുന്നോട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ പോസിറ്റീവ് ആയിരിക്കുക. നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ ഈ റിലേഷനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കാരണം നിങ്ങളുടെ ചിന്തകൾ, ഇമോഷൻസ് എല്ലാം എനർജിയാണ്. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും എനർജി, അതായത് ചിന്തകളും ഇമോഷനും നിങ്ങൾ കൊടുക്കാതിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോവാം. റിക്കവറി എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും, നിങ്ങൾക്ക് ഈ റിലേഷൻ തിരിച്ച് പിടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എൻ, തിരുവോണം,
മെയ്, ജനുവരി, ആയില്യം, 1987, ഡിസംബർ, നവംബർ, പൂരുട്ടാതി, അനീഴം, 2000, രേവതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.